ചില വിദേശ രാജ്യങ്ങളിലെ ചില ഫെസ്റ്റിവലുകൾ വിനീത ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, അത് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ വരും. ടൊമാറ്റോ ഫെസ്റ്റ് പോലെ എന്തുകൊണ്ട് ഓണത്തെ നമുക്ക് അങ്ങനെ മാറ്റി തീർത്തുകൂടാ? ഇത് പലവട്ടം നമ്മൾ ചർച്ച ചെയ്തു, അതിൻ്റെ ചില പ്ലാനിങ് നടത്തി. ഓണത്തിൻ്റെ മാർക്കറ്റിംഗ് വളരെ നേരത്തെ തന്നെ നടത്തി. കഴിഞ്ഞ ഓണത്തിന് അതിൻ്റെ ഒരു റിസൾട്ട് പൊതുവേ ഉണ്ടായി. അതിന് മുമ്പത്തെ വർഷം നല്ല പ്ലാനിങ് നടത്തി. ദൗർഭാഗ്യവശാൽ ചൂരൽമല സംഭവം ഉണ്ടായി. ഓണാഘോഷം സർക്കാർ പരിപാടി ഉണ്ടായിരുന്നില്ല. ഓണം യഥാർത്ഥത്തിൽ കേരളത്തെ ലോകത്ത് ബ്രാൻഡ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ജനങ്ങളുടെ ഒരു ഐക്യം അതിൽ പ്രധാനമാണ്. അപ്പോൾ ആ നിലയിൽ ഓണം ഘട്ടത്തിൽ കേരളത്തിന് പുറത്തുള്ളവരെ മാക്സിമം കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഡ്രീം ആയിരുന്നു. അതിൻ്റെ ഭാഗമായി വലിയ മാർക്കറ്റിംഗ് നടത്തി. 2025 വർഷത്തിൻ്റെ പ്രത്യേകത ഏറ്റവും അധികം വിദേശ സഞ്ചാരികളും ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളും ഓണത്തിന് കേരളത്തിൽ വന്ന വർഷമാണ്. 2025 മറ്റൊരു പ്രത്യേകത 2 കോടി 58 ലക്ഷം പേർ കേരളത്തിന് പുറത്തുനിന്ന് വന്നു. സർവ്വകാല റെക്കോർഡാണ്. അപ്പോൾ ഇതിൽ ഫെസ്റ്റിവലുകൾക്ക് വലിയ പങ്കുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകതയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ആതിഥേയ മര്യാദ. നമ്മുടെ നാട്ടിലേക്ക് വരുന്നവരെ വലിയ സ്നേഹത്തോടെ സ്വീകരിക്കുന്നൊരു പ്രത്യേകത കേരളത്തിലുണ്ട്. അത് ഓണം പോലുള്ള ആഘോഷങ്ങൾ ആ നിലയിൽ നമ്മൾ കാണണം. ഹെറിറ്റേജുകൾ, നമ്മൾ മതസഹോദര്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലൊക്കെ പ്രധാന കേന്ദ്രമായ ആരാധനാലയങ്ങളുണ്ട് കേരളത്തിൽ. ഇതിനൊക്കെ നമ്മളൊരു ഹെറിറ്റേജായി ഒരു സിമ്പിളായി കണ്ട് അതുൾപ്പെടെ നമുക്ക് പ്രചരിപ്പിക്കാനാകണം. ടൂറിസ്റ്റുകൾ ഇവിടെയൊക്കെ വരണം, എല്ലായിടത്തും വരണം. വയനാട് അത്തരത്തിൽ നമ്മുടെ ഒരു നട്ടലായി. വയനാട് ഭയങ്കര മാറ്റം വന്നു. ഇനിയിപ്പോൾ തുരങ്കപാത കൂടി വരുന്നതോടെ ചിത്രം മാറും. വയനാട് സർവ്വകാല റെക്കോർഡ് ടൂറിസ്റ്റുകളായി. ബാംഗ്ലൂർ പ്രത്യേക മാർക്കറ്റിംഗ് നടത്തി. കാരണം കേരളത്തിൽ വയനാടിൻ്റെ മാർക്കറ്റിംഗ് നടത്തുന്നതിനേക്കാൾ നല്ലത് ബാംഗ്ലൂർ നടത്തുന്നതാണ്. അതുകൊണ്ട് ബാംഗ്ലൂർ മാക്സിമം ഫോക്കസ് ചെയ്തു. അതിന് ബാംഗ്ലൂരിൻ്റെ വീക്കെൻഡ് വയനാടായി മാറുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ അതൊക്കെ വലിയ ഗുണം കേരള ടൂറിസത്തിനുണ്ടായി. ഈ ദുരന്തത്തിന് ശേഷം കരകയറാൻ സാധിച്ചു. നമ്മളൊരു പ്രത്യേക ക്യാമ്പയിൻ എടുത്തു. ആ ക്യാമ്പയിൻ നന്നായി ക്ലിക്കായി. അതിൻ്റെ ഭാഗമായി വയനാട് ഒരു കുഴപ്പമില്ല, വയനാട് സേഫാണ് എന്ന് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള വ്ളോഗർമാരും ഒക്കെ വന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായി. ഞങ്ങൾ ഈ നിൽക്കുന്ന വയനാട്ടിലാണ്, ഇവിടെ ഒരു കുഴപ്പമില്ല, ചൂരൽമല ഇവിടുത്തെ ഒരു പ്രദേശം മാത്രമാണ്, ഈ പ്രചരണം തെറ്റാണ്, വയനാട് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് തെറ്റാണ്. തുടർച്ചയായി ക്യാമ്പയിൻ ചെയ്തപ്പോൾ വീണ്ടും റിസോർട്ടുകൾ ഫുള്ളായി, ആളുകൾ വരാൻ തുടങ്ങി, വലിയ നിലയിലേക്കുള്ള ഒരു പങ്കാളിത്തം ഉണ്ടായി.